വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ്? വായനക്കാരൻ്റെ അടുത്തെത്തുമ്പോഴാണോ? അതോ കേൾവിക്കാരൻ്റെ അടുത്തെത്തുമ്പോഴാണോ? വാക്കുകൾ അർത്ഥങ്ങളായും വികാരങ്ങളായും നാം കത്തുകളിലൂടെ പ്രകടിപ്പിക്കാറില്ലേ? ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഞാൻ എഴുതിയ കവിതയാണ്. അയക്കാതെ പോയ കത്ത്. പറയാതെ പോയ വാക്കുകളുടെ ഹൃദയസ്പർശിയായ കവിത. കത്തുകൾ എപ്പോഴും നമ്മൾ അയച്ച് അത് വായിക്കുന്ന ആളുടെ വികാരം, അതുപോലെ എഴുതിയ ആളുടെ വികാരം എല്ലാം ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലേ? ചില വികാരങ്ങൾ വാക്കുകളാകുന്നു, ചില വാക്കുകൾ കത്തുകളാകുന്നു. എന്നാൽ ചിലപ്പോഴോ ചില കത്തുകൾ ഒരിക്കലും അയക്കപ്പെടുന്നില്ല. ഹൃദയത്തിൽ മാത്രം എഴുതപ്പെട്ട പ്രണയകാവ്യമാകാം. ചിലപ്പോൾ വിരഹ നൊമ്പരങ്ങൾ പങ്കിടുന്നതാകാം. അതുമല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കത്തായിരിക്കാം അത്. കേൾക്കാം, അയക്കാതെ പോയ കത്ത്. അക്ഷരങ്ങൾ തെളിവായി എഴുതിയിരുന്നു, മഷി ഉണങ്ങിയിരുന്നു, എന്നിട്ടും ആ കത്ത് അയച്ചില്ല. അക്ഷരങ്ങൾ തെളിവായി എഴുതിയിരുന്നു, മഷി ഉണങ്ങിയിരുന്നു, എന്നിട്ടും ആ കത്ത് അയച്ചില്ല. കത്ത് ആര് സ്വീകരിക്കും? അയക്കുവാൻ മേൽവിലാസമില്ല. കത്ത് ആര് സ്വീകരിക്കും? അയക്കുവാൻ മേൽവിലാസമില്ല. സ്വീകരിക്കുവാൻ ആളില്ല. കത്തിൽ ജീവനുള്ള വരികളുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു. കത്തിൽ ജീവനുള്ള വരികളുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു. കത്തിൻ്റെ ഭാഷ എന്താണ്? സന്തോഷം, സങ്കടം, പ്രണയം, വിരഹം. നിർവചനമില്ല. വായിക്കുവാൻ ആളില്ലാതെ വാക്കുകൾ മൗനം തുടർന്നു. ചില വാക്കുകൾ കേൾക്കാൻ ആളില്ല എങ്കിലും അവ സംവദിച്ചുകൊണ്ടേയിരിക്കും. ചില വാക്കുകൾ കേൾക്കാൻ ആളില്ല എങ്കിലും അവ സംവദിച്ചുകൊണ്ടേയിരിക്കും. അയക്കാതെ പോയ കത്ത്. ഈ കവിത നിങ്ങളെ സ്പർശിച്ചാൽ അഭിപ്രായങ്ങൾ പറയണേ. നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട വരി ഏതായിരുന്നു? എന്നോട് പറയണേ. നിങ്ങളും ഇതുപോലെ അയക്കാതെ പോയ കത്തുകൾ സൂക്ഷിക്കുന്നവരാണോ? ഹൃദയത്തിൽ സൂക്ഷിച്ച എത്രയെത്ര കത്തുകൾ, മേൽവിലാസക്കാരനില്ലാത്ത കത്തുകൾ. മേൽവിലാസം ഉണ്ടായിട്ടും സ്വീകരിക്കാൻ ആളില്ലാതെ എത്രയോ കത്തുകൾ എവിടേക്കെയോ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓരോ വരികളും അർത്ഥവത്ത് തന്നെ. നന്ദി കവിത കേട്ടവർക്കെല്ലാവർക്കും. ജിത.